ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിലെ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പുംപടി MGM സ്കൂളിന്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പൊ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു, ആശ്വസിപ്പിച്ചു. അപ്പൊ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാൻ വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹമുള്ള ആ വന്മല പഞ്ചായത്തിൽ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLAയോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടൊപ്പം അവരെല്ലാം കൂടി പറഞ്ഞു ഒന്ന് പോകണം, സാർ വാക്ക് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3-4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മണ്ഡലത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ലേ? ഇത് നമ്മുടെ മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 2 പേർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് പിടിയിലായിരുന്നു. അവർക്ക് ഈ ഇദ്ദേഹത്തുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ചോദിച്ച മാധ്യമപ്രവർത്തകർക്കും കൊടുത്ത മറുപടിയാണിത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ വന്നിരുന്നത് ഇത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇവരെ ആരെയും അറിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ചോദിച്ച് കുഴപ്പിക്കാനുള്ള ചോദ്യങ്ങളുമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷേ ഇവരെ നല്ലതായിട്ട് അറിയാം എന്ന് പറഞ്ഞതോടുകൂടി അവിടുത്തെ ആ ഒരു പദ്ധതി പൊളിഞ്ഞുപോയി. ഓക്കെ, അപ്പം ഇതാണ് ഒരു സംഭവം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചിന്തയാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾ ഇതിനെപ്പറ്റി പറയണം. ഇപ്പോൾ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് ഇവരെ പിടിച്ചതെന്ന് പറഞ്ഞാൽ UDF ഗവൺമെൻറ് നയിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് നടത്തുന്ന തൂഫാനുമായിട്ട് ബന്ധപ്പെട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അവരെ രണ്ടുപേരും പിടിക്കാതെ വിടുമ്പോഴല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടത്. ഇത് ഗവൺമെൻറ് മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ബന്ധമുള്ള 2 പേരെ പിടിച്ചു അകത്തിട്ടെന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. അതിനെതിരെ എന്തിനാണ് ഇങ്ങനെ നടന്നുകൊണ്ട് കരയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കൂടെ ഒന്ന് രേഖപ്പെടുത്തണം.